Hi everyone, it's me Momsy. Welcome to Beyond Book Series Day 13. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ മനസ്സിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സൈലന്റ് സ്ട്രഗിളിനെ കുറിച്ചിട്ടാണ്. കമ്പാരിസൺ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോവാറുണ്ട്, അവർക്കൊക്കെ എല്ലാം ഈസിയാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ഈ ചിന്തകൾ നമ്മുടെ സമാധാനത്തെയും കോൺഫിഡൻസിനെയും ഹാപ്പിനെസ്സിനെയൊക്കെ ശരിക്കും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ സത്യത്തിൽ മറ്റൊരാളുടെ ഫ്രണ്ട് സ്റ്റേജ്, അതായത് അവർ കാണിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല പാർട്ട്നെയാണ് നമ്മുടെ ബാക്ക് സ്റ്റേജുമായിട്ട്, നമ്മുടെ കഷ്ടപ്പാടുകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു കമ്പാരിസൺ എന്ന വികാരത്തെ ക്യൂരിയോസിറ്റി ആക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരു ഫ്രണ്ടിന് നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്. അവിടെ നമ്മൾ അവന് കമ്പയർ ചെയ്യുന്നതിൽ മറിച്ച് അവൻ ആ നിലയിൽ എത്താൻ എടുത്ത പ്രയത്നങ്ങൾ എന്തൊക്കെയായിരിക്കും, അവൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, എനിക്ക് അവനിൽ നിന്ന് എന്താണ് പഠിക്കാൻ പറ്റുക, ഇങ്ങനെ നമ്മൾ നമ്മളുടെ തോട്ടിനെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ അവിടെ നമുക്ക് ഗ്രോത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ കമ്പയർ ചെയ്യുന്ന ഒരാളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യുക. ഇന്ന് അവരുടെ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു വളർച്ചയോ കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ആൻഡ് അവരെ നിങ്ങൾക്ക് അതിൽ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, സോ എപ്പോഴും ഓർക്കുക, താരതമ്യം നമ്മളെ തളർത്തും, എന്നാൽ ക്യൂരിയോസിറ്റി നമ്മളെ വളർത്തും. സോ നമ്മളുടെ യാത്ര മറ്റാരുടേതുമല്ല, അത് നമ്മളുടേത് മാത്രമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ പെട്ടുപോകാതെ ആ വെളിച്ചം ഉപയോഗിച്ച് നമ്മളുടെ വഴി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വരും വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.